നടക്കുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട്. വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ, വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കുന്ന ആദരസന്ധ്യകൾ, സെമിനാറുകൾ, പുഷ്പമേള, ഹാപ്പിനെസ് കോർണർ, അമ്യൂസ്മെന്റ് പാർക്ക്, പെറ്റ് ഷോ തുടങ്ങി നമ്മുടെ നാടിനെ ഉത്സവ ലഹരിയിലാഴ്ത്തുന്ന ജനകീയ സാംസ്കാരിക ഉത്സവത്തിന് ഇവിടെ ഇതാ തുടക്കം കുറിക്കുകയാണ്. ചരിത്രത്തിൽ അടയാളപ്പെടുത്തുവാൻ പോകുന്ന 10 ദിനരാത്രങ്ങൾ ഇനി തൃത്താലയ്ക്ക് സ്വന്തം. സ്ത്രീ സമൂഹത്തിന്റെ സ്വയം പര്യാപ്തതയുടെയും ഒരുമയുടെയും ആഹ്ലാദത്തിന്റെയും ആരവമുയർത്തി 13ാമത് ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ മഹത്തായ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ എച്ച് ദിനേശൻ IAS അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സ്ത്രീ ശാക്തീകരണം അതിൻ്റെ സമഗ്രമായ അർത്ഥത്തിൽ അനുഭവവേദ്യമാക്കിയ മാറ്റിയ ലോകത്തിലെ ഏറ്റവും മഹത്തായ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ഗ്രാമീണ ഉപജീവന മിഷൻ്റെ നോഡൽ ഏജൻസിയായി കുടുംബശ്രീ വനിതാ സംരംഭകരുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഉറപ്പുവരുത്തുന്നതിനായി ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന മേളയാണ് സരസ് മേള. പ്രാദേശിക വിപണി മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും പ്രദർശനത്തിനുമായുള്ള ഒരു വേദിയായിട്ടാണ് സരസ് മേളകൾ സംഘടിപ്പിച്ചു വരുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇതുവരെ 12 സരസ് മേളകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് 13ാമത്തെയും പാലക്കാട് ജില്ലയിൽ നടക്കുന്ന 2ാമത്തെയും സരസ് മേളയാണ് ഇന്നിവിടെ തൃത്താലയിൽ തുടക്കമാകുന്നത്. 260ഓളം വിൽപ്പന പ്രദർശന സ്റ്റാളുകളും ഇന്ത്യൻ രുചി വിഭവങ്ങൾ അണിനിരക്കുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ടും ഈ മേളയുടെ സവിശേഷതയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഗ്രാമീണ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300-ലധികം ഭക്ഷണ വിഭവങ്ങൾ, അവ തയ്യാറാക്കുന്ന 120-ലധികം പാചക വിദഗ്ധരായ വനിതാ കാറ്ററിംഗ് സംരംഭകർ, 20-ലധികം ഫുഡ് സ്റ്റാളുകൾ അണിനിരക്കുന്ന ഇന്ത്യൻ ഫുഡ് കോർട്ട്, 10 ദിവസങ്ങളിലായുള്ള കലാപരിപാടികൾ, സാംസ്കാരിക സന്ധ്യകൾ, പ്രഭാഷണങ്ങൾ എന്നിവയെല്ലാം ചേർന്നുള്ള ഒരു മഹാകലാ സാംസ്കാരിക വ്യാപാര വിപണന മേളയായി ഈ മേള മാറുമെന്നതിൽ സംശയമില്ല. ഇത് ഇന്ത്യയുടെ ബഹുസ്വരതയുടെ ആഘോഷവും ഇന്ത്യൻ ഗ്രാമീണതയുടെ പ്രദർശന വേദിയുമാണ്. ഇനിയുള്ള 10 ദിനങ്ങൾ ഇവിടെ എത്തുന്നവർക്ക് അവിസ്മരണീയമാകുമെന്നുള്ളത് ഉറപ്പാണ്. സരസ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് കിടക്കുകയാണ്. ഇന്ന് യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട തൃത്താല MLA, സംഘാടക സമിതി ചെയർമാൻ, തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവർകളാണ്. ശ്രീ MB രാജേഷ് സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ സരസ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ്. ശ്രീ പിണറായി വിജയൻ സാറിനെ ഞാൻ യോഗത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് യോഗത്തിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ AN ശംഷീർ സാറാണ്. ശ്രീ AN ശംഷീർ സാറിനെയും ഞാൻ യോഗത്തിൽ കുടുംബശ്രീ സംസ്ഥാന മിഷന് വേണ്ടി സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിലെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവർകളാണ്. സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മുഖ്യാതിഥികൾ ബഹുമാനപ്പെട്ട പൊന്നാനി MP ശ്രീ AP അബ്ദുസമദ് സമദാനി സാറാണ്. സാറിനെ ഞാൻ കുടുംബശ്രീയുടെ സംസ്ഥാന മിഷന് വേണ്ടി സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട പാലക്കാട് MP യോഗത്തെ സംബന്ധിക്കുന്ന ശ്രീ VK ശ്രീകണ്ഠൻ ഞാൻ യോഗത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു.